അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് പഠനത്തിന് നമ്മൾ കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ്. അതാണ് നമ്മൾ ഉറക്കമൊഴിക്കാൻ സഹായിക്കുന്നത്, ബൃഹത്തായ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പ്രചോദിപ്പിക്കുന്നത്, വീട് മാറി ഹോസ്റ്റലിൽ താമസിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് നമ്മുടെ അക്കാഡമിക്കലി നമുക്കുള്ള ചില ലക്ഷ്യങ്ങൾ കാരണത്താലാണ്. നമ്മുടെ കുടുംബം നമുക്കൊരു അജണ്ടയാണ്. അതുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനാണ് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത്. നമുക്ക് വേണം എന്ന് വിചാരിക്കുമ്പോഴാണ് ആ സംഗതി നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കാൻ അതിനൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുക. ഖുർആൻ കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു. അവർ അള്ളാഹുക്ക് തൃപ്തിയില്ലാത്ത ചില വാക്കുകൾ കളവ് കൊണ്ട് അവർ സത്യം ചെയ്തു പറയും. എന്നാൽ വല്ലാഹു റസൂലുഹു അഹഖു അൻ യർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ഏറ്റവും വലിയ അജണ്ട അള്ളാന്റെ റസൂലിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ അജണ്ടയും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നതായിരിക്കണം. ആ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാനുള്ള വഴികൾ നമ്മൾ തേടുകയും വേണം. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ, നിഷ്കളങ്കമായ പ്രവർത്തനമാണ്. നമുക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ആത്മാർത്ഥമായിരിക്കണം. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചു പറയുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഏതൊരു കാര്യവും പ്രവർത്തിക്കുന്നത്. ഇഖ്ലാസ്. ഖുർആൻ പറഞ്ഞു, അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർദാ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിലാണ് ഈ ഭാഗങ്ങൾ ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിനോട് വന്ന് പറയുന്നുണ്ട്, അല്ലയോ അബൂബക്കർ, ഈ പാവങ്ങളായ ബിലാലിനെ പോലെ, യാസിറിനെ പോലെ, അമ്മാറിനെ പോലെ ഒന്നിനും കഴിയാത്ത നിരാലംബരായ ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി നിന്റെ ദീനാറുകളും ദിർഹമുകളും നീ പാഴാക്കുന്നതിന് പകരം ഇത് ആ ഖുറൈശി നേതാക്കന്മാർക്ക് കൊണ്ടുപോയി കൊടുത്താൽ അവർ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിൽ നിന്ന് മാറി നിൽക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ പാവങ്ങളെ മോചിപ്പിക്കുന്നതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട് എന്നാണ്. ആ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ പ്രീതിയാണ്. ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയെ അവരെ തൃപ്തിപ്പെടുമെന്നാണ് പറയുന്നത്. ആരെ? അത്യുന്നതനായ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരെ. അതുകൊണ്ട് അത്യുന്നതനായ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാകണം നാം ചെയ്യുന്ന സകല കാര്യങ്ങളും. മറ്റേതെങ്കിലും ഒരു ലക്ഷ്യം ദീനിന്റെ വഴിയിൽ നമുക്കുണ്ടായിക്കൂടാ. ആത്മാർത്ഥമായി റബ്ബിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ആയുസ്, അവരെ അള്ളാഹു എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും? അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി വേണം, അതിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക. നിഷ്കളങ്കമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക. ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ട് ഈ ആദർശത്തെ നമ്മൾ പുൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാലല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറദൂ അൻ ദാലികൽ ഫൗസുൽ അദീം. അല്ലാഹു അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെക്കുറിച്ചാണ്? യൗമ യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും, സത്യസന്ധന്മാർക്ക് അവരുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസമാണ് പരലോകം. സത്യസന്ധമായിരിക്കണം നമ്മുടെ വിശ്വാസം. കളവാകരുത്, സംശയമുണ്ടാകരുത്, ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകരുത്. സത്യസന്ധമായി ആത്മാർത്ഥമായി അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിഷ്കളങ്കവും നിഷ്കപടവുമായ കള്ളമില്ലാത്ത തെളിഞ്ഞ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അതിന്റെ ഒരു ഫലമാണ് പടച്ചറബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി. ആ പടച്ചറബിന്റെ തൃപ്തി നേടിയെടുക്കുമ്പോഴാണ് നമുക്ക് സ്വർഗം ലഭ്യമാകുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം സത്യസന്ധമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. കളങ്കമില്ലാത്ത, ഇരട്ടത്താപ്പില്ലാത്ത ജീവിതം, നിഷ്കളങ്കമായ നിഷ്കപടമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, തന്റെ ശരീരം കൊണ്ടും തന്റെ നാവ് കൊണ്ടും തന്റെ ഹൃദയം കൊണ്ടും അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കുക. വഇൻ തശ്കുറൂ യർളഹു ലക്കും, നിങ്ങൾ നന്ദി കാണിക്കാൻ തയ്യാറാണോ അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് സുമറിന്റെ 7-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് അംഗീകരിക്കണം, അള്ളാഹു എനിക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്. നാവ് കൊണ്ട് പറയണം, അത്തഹദ്ദുസു ബിനിഅമത്തില്ലാ. നമ്മുടെ ശരീരാവയവങ്ങൾ അള്ളാന്റെ തൃപ്തി നേടുന്ന കർമ്മങ്ങൾക്ക് വേണ്ടി അള്ളാഹു നൽകിയ നിഅമത്തിനെ, സമ്പത്തിനെ, സമയത്തെ, ആരോഗ്യത്തെ, ഇൽമിനെ, കഴിവിനെ, എല്ലാറ്റിനെയും അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. അതാണല്ലോ ശുക്ർ. ആ ശുക്ർ നമ്മൾ ചെയ്യുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ തൃപ്തിപ്പെടും. നോക്കൂ, ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി അയ്യകുൽ അക്ല വയഹ്മദഹു അലൈഹാ. എന്തെങ്കിലും ഒരു ഭക്ഷണം ഒരടിമ കഴിക്കാൻ, ആ സമയത്ത് അവൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. അല്ലെങ്കിൽ അവൻ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ, അപ്പോൾ അവൻ അൽഹംദുലില്ലാ എന്ന് പറയാൻ. ഇന്നല്ലാഹ ലയർദാ, അള്ളാഹു അവനെ തൃപ്തിപ്പെടുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ പറയാൻ, ഒരു ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ പറയാൻ നമുക്ക് സാധ്യമാകുന്നെങ്കിൽ അത് ശുക്രിന്റെ അടയാളമാണ്. അങ്ങനെ ശുക്ർ കാണിക്കുന്നവരെ അള്ളാഹു തൃപ്തിപ്പെടും. അഞ്ചാമത്തെ കാര്യം റുകൂഉം സുജൂദുമാണ്, നമസ്കാരമാണ്, വുളൂ ആണ്. അത് നമുക്ക് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും വിജയവും
ആദരവും അംഗീകാരവും എല്ലാം നേടിത്തരുന്ന വിഷയമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫത്ഹിന്റെ 29-ാമത്തെ ആയത്തിൽ സഹാബത്തിനെ കുറിച്ച് പറയാ, മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്ക് വിശ്വാസികളോട് വല്ലാത്തൊരു അനുകമ്പയാണ്. സ്വാഭാവികമാണ്, ഒരേ ആദർശം സ്വീകരിക്കുന്ന തൗഹീദ് അംഗീകരിക്കുന്ന ആളുകളും ബഹുദൈവാരാധനയുടെ വക്താക്കളും തമ്മിൽ മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായാലും ആദർശപരമായിട്ടുള്ള വിയോജിപ്പ് അവരുടെ മനസ്സകങ്ങൾക്കിടയിൽ ഒരു വിയോജിപ്പുണ്ടാക്കും. അവിടെ വിശ്വാസികൾ തമ്മിൽ അവർ വല്ലാത്ത യോജിപ്പിലാണ്. എന്നാൽ സത്യനിഷേധികളുടെ നിഷേധാത്മക പ്രവണതയെയും ആ വിശ്വാസത്തോടും അവർക്ക് അടങ്ങാത്ത വൈര്യമാണ്. തറാഹും അവരെ നിനക്ക് കാണാം റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ധാരാളമായി റുക്ഉം സുജൂദും നിർവഹിക്കുന്നവരാണ് ആ ആളുകൾ. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളങ്ങൾ നിനക്ക് കാണാൻ സാധിക്കുമെന്ന് ഖുർആൻ പറയാൻ. അപ്പോൾ സുന്നത്തായ ഫർദായ നമസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് 5-ാമത്തെ പോയിന്റ് നമ്മൾ ബോധിപ്പിക്കുന്നത്. 6-ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ദിക്റാണ്. അള്ളാന്റെ തൃപ്തി നേടാൻ പറ്റിയ ഏറ്റവും അഫ്ളലായ കർമ്മമാണ് ദിക്ർ എന്ന് പറയുന്നത്. ആ ദിക്റിലൂടെ പടച്ചറബിന്റെ തൃപ്തി മാനസികമായും ശാരീരികമായും നമുക്ക് നേടാൻ സാധിക്കും. ഹൃദയം അങ്ങേറ്റത്തെ സൗഭാഗ്യത്തിലായിരിക്കും ദിക്റെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പരീക്ഷിക്കപ്പെട്ടു. റസൂലുള്ളാഹിയോട് അള്ളാഹു പറഞ്ഞത് എന്താ? ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്നത് പറയട്ടെ, താങ്കൾ ക്ഷമിക്കൂ. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, രാവ് പകല് സൂര്യ ഉദിക്കും മുമ്പും സൂര്യ അസ്തമിക്കും മുമ്പും താങ്കൾ ദിക്ർ ചൊല്ലിക്കോളൂ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ. വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാരി ലഅല്ലക തർദാ, രാത്രിയിലും പകലിലുമായി കൊണ്ട് താങ്കൾ അല്ലാഹുവിനെ തസ്ബീഹ് നടത്തുക. ലഅല്ലക തർദാ, താങ്കളെ അല്ലാഹു തൃപ്തിപ്പെടും, താങ്കളെ അല്ലാഹു തൃപ്തിപ്പെടും. ആളുകൾ പരിഹസിച്ചാലും കൂക്ക് വിളിച്ചാലും മർദ്ദിച്ചാലും ആക്രമിച്ചാലും താങ്കൾ പ്രയാസപ്പെടണ്ട, ക്ഷമിച്ചോ. എന്നിട്ട് താങ്കൾ തസ്ബീഹും തഹ്ലീലും തഹ്മീദും നടത്തിക്കോ. രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറു സബാഹ് വൽ മസാ ഉരുവിട്ടുകൊണ്ടിരുന്നോ, അള്ളാഹു താങ്കൾ തൃപ്തിപ്പെടും. അപ്പോൾ ദിക്റാണ് സുഹൃത്തുക്കളെ റബ്ബിന്റെ തൃപ്തി നേടാനുള്ള 6-ാമത്തെ കാര്യം. ഇതിനൊക്കെ സമയം നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. എന്നാൽ നമുക്കും ചിട്ടയോടുകൂടെ നിർവഹിക്കാൻ സാധിക്കും. 7-ാമത്തെ കാര്യം വൽ കലിമത്തു ത്വയ്യിബ, ഏറ്റവും നല്ല വാക്ക്. അത് അല്ലാഹുവിന്റെ അടുക്കൽ തൃപ്തി നേടാൻ പറ്റിയ കാര്യമാണ്. ഇന്നൽ അബ്ദ യതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ലാ ലാ യുൽഖി ലഹാ ബാലൻ യർഫഉല്ലാഹു ബിഹാ ദറജാത്ത്. അല്ലാഹുക്ക് തൃപ്തിപ്പെട്ട നല്ല വർത്തമാനങ്ങൾ പറയാ. സുഹൃത്തുക്കളെ, നാവും നമ്മുടെ കയ്യും നമുക്ക് അടക്കി വെക്കാൻ സാധിക്കണം. അപ്പോഴേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും മറ്റുള്ളവർ സേഫാണെങ്കിൽ നീയാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നല്ല വാക്കുകൾ പറയാന്നുള്ളത്, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട വാക്കുകൾ പറയുക, മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ പറയുക, റബ്ബിന് സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ പറയുക, അത് തൃപ്തി നേടാനുള്ള വഴിയാണ്. 8-ാമത്തെ കാര്യം നമ്മുടെ മാതാപിതാക്കളാണ്. റബ്ബി ഫീ റിദൽ വാലിദൈൻ, അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖത്തുർ റബ്ബി ഫീ സഖത്തിൽ വാലിദ്, മാതാപിതാക്കളുടെ കോപത്തിലാണ് അല്ലാഹുവിന്റെ കോപം. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. വെറും ചെയ്തു കൊടുക്കേണ്ട സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപെടലിലും നമ്മുടെ രൂപത്തിലും നമ്മുടെ കോലത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും കൈകാര്യകർത്തൃത്വങ്ങളിലും അവർക്ക് കൊടുക്കേണ്ട ആദരവും അംഗീകാരവും സ്ഥാനവും വകവെച്ചു കൊടുത്ത് അവരെ നമ്മൾ ഭംഗിക്ക് പോറ്റി വളർത്തിക്കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മരണത്തിന് ശേഷവും അവരോട് നമുക്കുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റിയാൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടും എന്നുള്ളതാണ്. 9-ാമത്തെ കാര്യം, എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഏറ്റവും ധാരാളം പ്രതിഫലം നൽകുന്നത് ധാരാളം പരീക്ഷണങ്ങൾ നേരിടുമ്പോഴാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, ഒരു ജനതയെ അല്ലാഹു തൃപ്തിപ്പെട്ടാൽ അവരെ നന്നായിട്ട് പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹു റിദാ, പരീക്ഷണങ്ങൾ വരുമ്പോ തൃപ്തിയോടെ അതിനെ സ്വീകരിച്ചാൽ അല്ലാഹു തൃപ്തിപ്പെടും. വമൻ സഖിത ഫലഹു സുഖ്ത്, ആരെങ്കിലും തൃപ്തിക്ക് വിരുദ്ധമായിട്ട് കോപം കാണിച്ചാൽ, ദേഷ്യം പിടിച്ചാൽ, അള്ളാഹിനെ ശകാരിച്ചാൽ, കുറ്റം പറഞ്ഞാൽ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പാലിക്കുക. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിവാഖു മുതഹറത്തുൽ ലിൽ ഫമി മർളാത്തുൽ ലിർറബ്ബ്, സിവാഖ് പല്ല് തേക്കുക എന്നത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യമാണ്, വായക്ക് വൃത്തിയുണ്ടാക്കുന്ന കാര്യമാണ്. മറ്റൊരു ഹദീസിൽ ശഹ്വത്തിനെ നിയന്ത്രിക്കുന്ന ആളുകളെ കുറിച്ചും പറയുന്നത് നമുക്ക് ഹദീസുകൾ വായിക്കാൻ സാധിക്കും. ശഹ്വത്തിനെ നിയന്ത്രിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്നും ഒക്കെ ഹദീസുകൾ നമ്മൾ കാണുന്നു. അതുകൊണ്ട് റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അജണ്ടയായി മാറണം. അതിനുവേണ്ടി നമ്മൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ ദിവസത്തിലുമുള്ള 24 മണിക്കൂറിനെ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.